യുക്തവും യുക്തിസഹവുമായ തീരുമാനമല്ലേ രാഹുൽ ഗാന്ധിയുടേത്? ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. 80 ലോക്സഭാ മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നാണ്. അവിടെ ഇത്തവണ ഇന്ത്യ മുന്നണി NDAയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 43 സീറ്റ് നേടുന്നു. കോൺഗ്രസ് റായ്ബറേലി അടക്കം 6 സീറ്റുകൾ നേടുന്നു. രാഹുൽ ഗാന്ധി 3.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദി ഹൃദയഭൂമിയിലെ സീറ്റ് നിലനിർത്തുക, അവിടുത്തെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കവും സംശയവുമില്ലല്ലോ. അപ്പോൾ ഇതൊരു സാങ്കേതികത്വം മാത്രമല്ലേ? ശ്രീഗാരൻ, ഹലോ. ആ രാഹുൽ ഗാന്ധി ഇപ്പോഴും കൃത്യമായിട്ട് എന്ത് നിലപാട് സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തൊരു യോഗത്തിൽ കേരളത്തിലെ KPCC പ്രസിഡന്റ് അത്തരമൊരു സൂചന നൽകിയിട്ടുമുണ്ട് കൽപ്പറ്റയിൽ. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഉത്തർപ്രദേശിൽ തന്നെയാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധി നിൽക്കേണ്ടതും പ്രധാനമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി നിൽക്കേണ്ടതും ഉത്തർപ്രദേശിൽ തന്നെയാണ്, ഉത്തരേന്ത്യയിൽ തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ ആദ്യം അത് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഇവിടെ ചെയ്തത്, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചു. അമേഠിയിൽ പരാജയപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചു. കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഹൃദയഭൂമിയാണ് കേരളം എന്ന് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. കാരണം ഇവിടെ BJPയെ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല, പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ ആവശ്യമില്ല എന്നുള്ളത് ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു, ഇവിടെ വിജയിച്ചു. 4,32,000 വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചത്. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു. എന്നാൽ ഈ തവണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേഠിയിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPയെയും NDAയെയും പരാജയപ്പെടുത്താനുള്ള നേതൃത്വമായിട്ട്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഉത്തർപ്രദേശിൽ അമേഠിയിൽ മത്സരിച്ച് താൻ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിടത്ത് വിജയിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്തത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഉത്തർപ്രദേശിൽ നിന്ന് കോൺഗ്രസ് ജയിച്ച ഏക സീറ്റായ റായ്ബറേലിയിലേക്ക് മാറിക്കൊണ്ട് മത്സരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതും രാഹുൽ ഗാന്ധി വയനാട്ടുകാരോട് ചെയ്തിട്ടുള്ള വഞ്ചന എന്ന് പറയുന്നത്, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. അത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. ശരിക്കും വയനാട്ടുകാരോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചനയാണത്. വയനാട്ടിലെ UDFും കേരളത്തിലെ UDFും ഈ കാര്യം വയനാട്ടിലെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന് ശേഷം മാത്രമാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും എന്ന നിലപാട് സ്വീകരിച്ച് വെളിപ്പെടുത്തുന്നത്. അപ്പം ഈ എല്ലാം വഞ്ചനാപരമായ സമീപനമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇവിടെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിടില്ല. രാഹുൽ ഗാന്ധി പലതരത്തിൽ വയനാടിനോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു സ്വാഭാവികത എന്നുള്ളതിനപ്പുറത്തുള്ള വഞ്ചന ഇക്കാര്യത്തിൽ എവിടെയാണ്? എത്രയോ നേതാക്കൾ 2-3 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി തന്നെ 2014 വഡോദരയിൽ മത്സരിച്ചിട്ടുണ്ട്, വാരണാസിയിൽ മത്സരിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ അദ്ദേഹത്തിന് ഹോം സ്റ്റേറ്റ് രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഉത്തർപ്രദേശിൽ തുടർന്നത്. അദ്ദേഹം, ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി 5 വർഷം ഇവിടെ MP ആയിരുന്നിട്ട് വയനാടിന് വേണ്ടി വയനാട് നേരിടുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ, ഒന്ന് വന്യമൃഗശല്യം, അതിൽ കേന്ദ്ര നിയമം, ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒരിക്കൽ പോലും ശബ്ദിച്ചില്ല. വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് സമർപ്പിച്ച 600-ൽ പരം കോടി രൂപയുടെ കേന്ദ്ര ഗവൺമെന്റ് നിഷ്കരണം ഉയർത്തിയിട്ടില്ല. ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറഞ്ഞിട്ട് ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനങ്ങൾ അദ്ദേഹത്തിന്, അത് ശരിയാ, ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ പരിഹസിക്കാൻ വേണ്ടി പാടുണ്ടോ? ജനങ്ങൾ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷമായ സാഹചര്യം, BJP ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളി, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള ആശങ്ക, ഇത്തരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി ഈ ഭൂരിപക്ഷം നേടുന്നത്. അത് പ്രത്യേക സാഹചര്യമാണ്.
ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രണ്ടാമതും വിജയിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ പരിഹാസപൂർവം ഉള്ളൊരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അതിന് പകരം ചെയ്യേണ്ടത് എന്താ? തന്നെ ഉത്തരേന്ത്യ കൈവിട്ട കാലത്തും സ്വീകരിച്ച വയനാടിനെ നിലനിർത്താനുള്ള രാഷ്ട്രീയ മര്യാദയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അതാണ് CPM-ന്റെ പോയിന്റ്, അതാണ് LDF-ന്റെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ടത്.